അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ് ലിയാഖത്തുമായി ബന്ധപ്പെട്ട ഇയാൾ തന്നെ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഏതെങ്കിലും കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അത് ഞാൻ റെഫറൻസ് സഹിതം അത് കാണിക്കും, അത് കളവല്ലാന്നോ അല്ലെങ്കിൽ അത് തിരുത്തും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഈ സീരീസിന്റെ ഏകദേശം 5ാമത്തെ പാർട്ടാണ് ഇത് 5ാമത്തെ പാർട്ടാണ്. 4 സീരീസുകൾ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കാണാം. അതിൽ 1ാമത്തേത് മുതൽ നമ്മൾ ചെയ്തതിൽ ഒന്നിനു പോലും ഇതുവരെ അയാൾ മുണ്ടിയിട്ടില്ല. ഇപ്പോഴും ഇരുട്ടത്ത് തന്നെ ഇരുന്നിട്ട് വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏകദേശം 20 കളവുകളോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് 21, 22 2 കളവുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം അയാൾ പറയുന്ന ഭാഗം ആദ്യം കേൾക്കാം. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിനും ഞാൻ തെളിവ് തരും. ഏത് പറയുന്നത് സത്യമായിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിനും ഞാൻ തെളിവ് തരും. ഏത് കാര്യത്തിന്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ലിയാഖത്ത് നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ചങ്ങായി നുണ കയ്യോടെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അയാളോട് നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ പറയുന്ന നുണകൾ ഇങ്ങനെ ഓർമ്മയിൽ വെച്ചിട്ട് അത് ഏതായിരുന്നു പറഞ്ഞത്, അത് എപ്പോഴായിരുന്നു പറഞ്ഞത്, ഏത് വീഡിയോയിലായിരുന്നു പറഞ്ഞത് എന്നിങ്ങനെ ഓർമ്മയിൽ വെച്ചിട്ട് നിൽക്കണല്ലോ. നമ്മളോടൊക്കെ ചോദിക്കുക ആ ചോദ്യം. നമ്മൾ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ആ ഒഴിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അധികം ദൂരം നമ്മൾ സംസാരിച്ച് നേരം പോകുന്നില്ല. എന്തായാലും വേണ്ടിയില്ല. നമുക്ക് ആദ്യം ഇതിനു മുമ്പ് പറഞ്ഞാൽ ഏകദേശം 4 വർഷം മുമ്പ് നമ്മൾ പിടിച്ച എനിക്ക് തോന്നുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് ഞാൻ ഇയാളുടെ ഒരു നുണ പിടിച്ചിട്ടുള്ളത് ഈ ഒരു നുണയാണ്. അതിനുശേഷം തുരുതുരാന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റും അതുപോലെയുള്ള നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഉറുമ്പുമായിട്ട് ബന്ധപ്പെട്ട ഇയാൾ ഒരു ക്ലബ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയിൽ ഇയാൾ പറയുന്ന ഒരു കാര്യം അത് ഞാൻ കയ്യോടെ പിടിച്ച് പിറ്റേന്ന് തന്നെ അയാളോട് റെഫറൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് എന്തായാലും ആദ്യം ഇത് കേൾക്കാം. എന്താണ് അയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം മുതൽ. മുഹമ്മദ് ഭയങ്കര കാരുണ്യവാനാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഹദീസാണ് ഉറുമ്പിനെ കൊല്ലൽ. അബൂ ഹുറൈറയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിൽ. ആദ്യം ശ്രദ്ധിക്കണം, മുഹമ്മദ് നബിയുടെ അപാര നന്മ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. എന്നിട്ട് പറയാണ് പ്രവാചകന്മാർ. ഹദീസ് വായിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ വരുന്നത്, പ്രവാചകന്മാരിൽ പെട്ട ഒരു പ്രവാചകനാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകും. ശ്രമിക്കാൻ ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തുമാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റി ചുട്ടുകരിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഒരാളെ ഉറുമ്പ് കടിച്ചാൽ ആ പ്രദേശത്തുള്ള ഉറുമ്പിനെ മൊത്തം കൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു മതം, ഒരു ദൈവം, ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് ചോദിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ അപ്പൊ ഇതായിരുന്നു ആ ഒരു സംസാരം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഈ ഹദീസ് കൃത്യമായിട്ട് വായിച്ചിട്ട് ആ ഹദീസിൽ ഇയാൾ വായിച്ചതിൽ നിന്ന് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകൻ. ഏതാണ് ആ പ്രവാചകൻ? ആ പ്രവാചകന്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു പ്രവാചകൻ എന്ത് ചെയ്തു, ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് കടിച്ചു. ഈ ഉറുമ്പ് കടിച്ചതിന്റെ ആ ദേഷ്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഭാഗത്ത് ഒരു പുറ്റിൽ നിന്ന് വന്ന ഒരു ഉറുമ്പായിരുന്നു. അപ്പൊ ആ ഭാഗത്ത് മൊത്തത്തിൽ തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുയായികളോട് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നത്. എനിക്ക് മറ്റു ഹദീസുകൾ മൊത്തത്തിൽ ഞാൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് തസ്ബീഹ് ചെയ്യുന്ന ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഒരു ഉറുമ്പ് കുത്തിയതിന്റെ പേരിൽ ആ സമൂഹത്തെ മൊത്തത്തിൽ നീ നശിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പ്രവാചകന് ബോധം നൽകിയാണ്. അപ്പൊ ആ സംഭവം അവിടെ നടന്നിട്ടില്ല. അതായത് കുത്തി നശിപ്പിച്ചിട്ടില്ല. ആ തെറ്റ് അവിടെ തിരുത്തി കൊടുത്തു. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണ്. മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാം. ആ പറ്റുന്ന തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അത് തിരുത്താറുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണിത് എന്ന് മനസ്സിലാക്കാം. എന്തായാലും അതിനുശേഷം ഇത്രയും പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് എന്താ, ഒരു ഉറുമ്പ് കുത്തിയതിന്റെ പേരിൽ ആ ഉറുമ്പിനെ മൊത്തം നശിപ്പിക്കാൻ പറയുന്ന ഒരു ദൈവവും അതേപോലെ തന്നെ മതവും എന്നാണ് അയാൾ പറഞ്ഞത്. മതം അങ്ങനെ പറയുന്നില്ല, ദൈവവും അങ്ങനെ പറയുന്നില്ല. എന്തായാലും അയാൾ ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം ഞാൻ ചെയ്തു, അതിനൊരു മറുപടി അയാൾ തന്നിട്ടില്ല.
അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം UA ടീം ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നു. അപ്പൊ മറുപടി ആയിട്ട് ആളുകൾ വരുന്നു. സമയത്ത് ഞാൻ പിന്നെ പറഞ്ഞു, ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ ആ ഉറുമ്പിൻ കൂട് നശിപ്പിക്കാൻ വേണ്ടി ഉത്തരവിട്ട ഒരു പ്രവാചകൻ, ഒരു മതം എന്ന് പറഞ്ഞതിന് പകരം ഒരു ദൈവം, ഒരു മതം എന്നായിപ്പോയി. ആയിക്കോട്ടെ. ഹദീസിലുള്ളതാണ്, ഞാൻ വായിച്ചതാണ്. അപ്പൊ തിരിച്ച് കോലങ്ങൾ കണ്ടല്ലോ. മുമ്പിൽ പറഞ്ഞതൊന്നും മാറിപ്പോയതെന്നാണ്. പറഞ്ഞത് മാറിപ്പോയത് ദൈവം എന്നുള്ളതിന് പകരം പ്രവാചകൻ എന്നായിരുന്നു പറയേണ്ടത്. പക്ഷെ ഞാൻ ദൈവം എന്നായിപ്പോയതാണ്. എനിക്ക് പറ്റിയ തെറ്റാണ്. അപ്പൊ ആ തെറ്റാണ് എന്നുള്ളത് അയാൾ സമ്മതിച്ചു. ആ തെറ്റ് അയാൾ തിരുത്തി. അപ്പൊ അതിൽ നമ്മൾ ഇടപെടുന്നില്ല. ദൈവം എന്നുള്ളത് അയാൾ തിരുത്തി. ആദ്യത്തെ വീഡിയോക്ക് മറുപടി ആയിട്ട് ഞാൻ അന്ന് ചെയ്തപ്പോഴൊന്നും ആ മറുപടി ഒന്നും വന്നില്ല. ഓക്കെ, എന്തായിക്കോട്ടെ. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു തെറ്റ് തിരുത്താൻ കഴിഞ്ഞു. വീണ്ടും തെറ്റ് തുടരുകയാണെന്നേ. ആ പ്രവാചകൻ പിന്നെയും പറയാം മതം അങ്ങനെ കൽപ്പിക്കുന്നുണ്ടോ സുഹൃത്തെ? മതം അങ്ങനെ കൽപ്പിക്കുന്നുണ്ടോ? അപ്പം ഒന്നാമത്തെ കളവ് ആദ്യത്തെ നമ്മൾ ഒഴിവാക്കി. പ്രവാചകൻ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകൻ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അത് അവിടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് അവിടെ വെക്കാം. ഇപ്പൊ അയാൾ കളവ് പറഞ്ഞു തരണ്ട. രണ്ടാമത്തെ അയാൾ പറഞ്ഞ കളവാണ് മതം അങ്ങനെ പറയുന്നുണ്ടോ അതിന്റെ തെളിവ് കൊണ്ടുപോകാം. ഓക്കെ, അത് കളവാണ് നമ്പർ 1. ഇനി അടുത്ത കളവ് കേട്ടോ. ഷമീറാണ് കേട്ടോ. എന്റെ പിന്നെ എന്താ പറയാ, ക്ലബ് ഹൗസിലെ ഏതോ ഒരു കാലത്ത് നടന്ന ഒരു സംഭാഷണത്തിൽ ഒരു നാക്കുപിഴ മുറിച്ചെടുത്തിട്ട് അത് വെച്ച് കുറെ കാലം വീഡിയോ ഓടിച്ച ആളാണ് ഷമീർ. ആ വീഡിയോ ആണ് അറ്റ്ലീസ്റ്റ് ലിയാക്കത്ത് പറഞ്ഞ നുണ എന്ന രീതിയിൽ ഈ പറയുന്ന UA ടീം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ലിയാക്കത്ത് പറഞ്ഞ നുണ എന്ന രീതിയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കിട്ടിയത് ഞാൻ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ ഒരു ദൈവം എന്ന് മാറിപ്പോയ ഒരു ചെറിയ ഭാഗം അത് അപ്പൊ തന്നെ തിരുത്തുന്നുണ്ട്, അടുത്ത സെക്കൻഡിൽ തിരുത്തുന്നുണ്ട്. പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി അങ്ങനെ ഇതാക്കണ്ടോ, ലിയാക്കത്ത് ഉറുമ്പുകളെ അള്ളാഹു കൊല്ലാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഉറുമ്പുകളെ കൊല്ലാൻ പഠിപ്പിച്ച മതം എന്ന് ലിയാക്കത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഒരു കളവ് പിടിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് ആ പരിപാടി ക്ലബ് ഹൗസിൽ എന്നോ നടന്ന ഒരു പരിപാടി എന്നാന്നൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ അപ്പം എന്നോ നടന്ന ഒരു പരിപാടി, ആ പരിപാടിയിൽ എന്ത് ചെയ്തു, ഇയാൾ പറഞ്ഞ ഒരു ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, അത് അടുത്ത സെക്കൻഡിൽ തന്നെ അത് തിരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് തിരുത്തിയത്? നിങ്ങൾക്ക് ഡേറ്റ് അറിയില്ലെങ്കിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിൽ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ പോയിട്ട്, അടുത്ത മണിക്കൂറിൽ പോയിട്ട്, അടുത്ത 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ അയാൾ തിരുത്തുന്നില്ല. ഏകദേശം 4 മണിക്കൂറിന്റെ വീഡിയോ ആണ്. ആ 4 മണിക്കൂറിൽ ഒരു മിനിറ്റിൽ പോലും അയാൾ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് തെറ്റിപ്പോയി, അതൊന്ന് മാറ്റി പറയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചിട്ടില്ല. പോട്ടെ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ അയാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതാ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, ഹദീസ് മുകളിലേക്കുള്ള ഭാഗമുണ്ട്, ഞാൻ അത് കാണിക്കുന്നില്ല. ആ ഹദീസ് ഞാൻ ചോദിച്ചു, ഏതാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ ഒരു ഹദീസ്, ഉറുമ്പ് കൊല്ലണം എന്ന് പറയുന്ന മതം ഇതൊക്കെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് ഏതാണെന്ന് വെച്ചിട്ട് അതൊന്ന് അയച്ചു തരുമെന്ന് വെച്ചു. അപ്പൊ അയാൾ IPHന്റെ പുസ്തകത്തിൽ നിന്ന് ആ പേജ് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഓക്കെ, ഞാൻ ഹദീസ് എനിക്ക് അയാൾ പറഞ്ഞത് നമ്മളാ ബുക്ക് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ IPHന്റെ ആ പുസ്തകത്തിൽ നമ്മൾ ഇനിയിപ്പോ അയാൾ വായിച്ചതില് അതിലുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ തിരുത്താലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അയച്ചു തരാൻ പറഞ്ഞത്. ഞാൻ അത് അയാൾ അയച്ചു തന്നു. അയാൾ വായിച്ച പോലെ തന്നെയാണ് അതിലുള്ളത്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അയാൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഈ മതം, ദൈവം, ഇങ്ങനെ കൊല്ലാൻ കൽപ്പിക്കുന്ന ദൈവം, മതം എന്നുള്ള വകയിലില്ല, അത് അയാൾ കയ്യിൽ നിന്നിട്ടാണ്. ഈ ഭാഗങ്ങളാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതും. ഇത് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ ഹദീസ് വായിച്ചാൽ ഒരു മനുഷ്യൻ അങ്ങനെ കിട്ടൂല. ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് മതവിരോധമില്ലാതെ പറഞ്ഞു അതിലില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ജൂലൈ 27, 2021 ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജ്. അതിന്റെ തലേ ദിവസം, അതായത് ജൂലൈ 26, 2021 ആണ് നിങ്ങൾ ആ പരിപാടി നടത്തിയത്. നിങ്ങൾ എവിടെയാണ് ആ തിരുത്തിയത്? നിങ്ങൾ ആ വീഡിയോ മുഴുവൻ എടുത്ത് കണ്ടു നോക്കിയിട്ട് ആ തിരുത്തിയ ഭാഗം, നമ്മൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഭാഗം, ആ ഭാഗം ഒന്ന് കാണിച്ചിട്ട് വീഡിയോ ചെയ്യും. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആവും, ഈ പറഞ്ഞത് കറക്റ്റ് ആവും. ഞാൻ പറഞ്ഞ ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിൽ ഞാൻ തെളിവ് തരും? ഏത് കാര്യത്തിൽ? എവിടെ തെളിവ്? എവിടെയാ തെളിവ്? ഞാനിപ്പോ 2 കാര്യങ്ങൾ ഇതിൽ ചോദിച്ചു. ഒന്ന്, മതം അങ്ങനെ പറയുന്നുണ്ടോ, ഒന്നാമത്തെ കളവ്. രണ്ടാമത്തെ, നിങ്ങൾ അപ്പോ തന്നെ അത് തിരുത്തി, അടുത്ത സെക്കൻഡിൽ തിരുത്തി എന്നാ പറഞ്ഞത്. എവിടെ തിരുത്തി? നമ്മൾ കട്ട് ചെയ്തു എന്നും പറഞ്ഞു. എവിടെ കട്ട് ചെയ്തു? ഇപ്പൊ നമ്മളാണ് കള്ളന്മാര്, കട്ട് ചെയ്ത് ബാക്കിയെ ഈ പറഞ്ഞ ഇയാള് സത്യസന്ധനും നമ്മൾ കളവും പറയുന്ന ആളുകളായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ അവിടെ ഓടി പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആ ഭാഗം അവിടെ പറഞ്ഞിട്ടില്ല എന്ന് തീർത്ത് ഞാൻ പറയാണ്. നിങ്ങൾ കൊണ്ടുപോകാൻ ഞാൻ ഡേറ്റ് ഒക്കെ കാണിച്ചു തന്നു. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതാ ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട്, അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട്
ഞാനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. കാരണം ഇയാള് പറഞ്ഞ കൃത്യമായിട്ട് ഏഹ് കളവാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അയാളെ കയ്യിൽ നിന്ന് തന്നെ ഒന്ന് അത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിന്റെ പിറ്റേ ദിവസത്തിന്റെ 2 ദിവസത്തിനുള്ളിലായിട്ടാണ് ഞാൻ വേറൊരു പരിപാടിയിൽ ഈ കാര്യം പോയിട്ട് ചോദിക്കുന്നുണ്ട്. അന്നും ഇയാൾ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല ഇന്നെ കുറെ കളിയാക്കിയിട്ട് അവിടുന്ന് ഒഴിവാക്കാൻ അന്ന് ആരിഫും ഉണ്ട് നിങ്ങളെ കൂടെ. ആരിഫാണ് ഈ ഭാഗം കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ഇയാളെ യൂട്യൂബ് വീഡിയോ ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതിങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എവിടെ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചിട്ട് പോലും അയാൾ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഒഴിവാക്കാൻ ചെയ്തു. എന്തായാലും വേണ്ടിയില്ല, ഇൻഷാ അള്ളാ. അതിനുശേഷം ഞാൻ തൊട്ട ദിവസം അങ്ങനെ ഞാൻ ക്ലബ് ഹൗസിൽ ഒരു പരിപാടി ചെയ്തിരുന്നു. ഇൻഷാ അള്ളാ അത് നോക്കിയാൽ കിട്ടും. ഞാനിപ്പോ അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. എന്തായാലും വേണ്ടിയില്ല. എന്റെ ചോദ്യം ഇതാണ്, 2 കളവുകളാണ് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഒന്ന്, മതം അങ്ങനെ പറയുന്നുണ്ടോ. രണ്ടാമത്തത്, നിങ്ങൾ അടുത്ത സെക്കൻഡിൽ അത് തിരുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ കൊണ്ടുവരണം തെളിവ്. ആ തെളിവ് എവിടെ? ഓക്കെ, ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.